ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ബിസിനസ് എന്റർപ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരിക്കും? ഏതെല്ലാം രീതിയിൽ ബിസിനസ്സിന് ആവശ്യമായിട്ട് ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് കണ്ടെത്തുന്നതായിരിക്കും അല്ലേ? സോ ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം അല്ലേ? നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അപ്രോച്ച് ചെയ്യാം. 9 മാർക്കോടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കയറി വരാറുണ്ട്. എസ് എ ആണെങ്കിലും ഷോർട്ട് എസ് എ ആണെങ്കിലും വൺ വേർഡ് ആണെങ്കിലും ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏതെല്ലാം സോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തും, ഏതെല്ലാം ഉറവിടങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും, കണ്ടെത്തും, എന്ത് ഫിനാൻസിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഫിനാൻസ് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത് അല്ലേ? പ്രധാനമായും 2 ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻസുകൾ കണ്ടെത്തുന്നത് അല്ലേ? എന്തൊക്കെയാണ് 2 റിക്വയർമെന്റ്സ് അല്ലേ? ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സും അല്ലേ? എന്താ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്? നമുക്ക് ഫിക്സഡ് അസറ്റ്സുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഇസ് വെരി വെരി എസെൻഷ്യൽ ആണ് അല്ലേ? അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സുകളായി എന്തൊക്കെയാണ്? ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഫർണിച്ചർ, പ്രോമിസസ്, ലൈക്ക് എന്താണെങ്കിലും നമുക്ക് എന്ത് വേണം? ഫണ്ട് വളരെ വളരെ ആവശ്യമാണ് ഇതെല്ലാം മേടിക്കണം അല്ലേ? അതിനെയാണ് എന്താ പറയുന്നത്, ഫിക്സ്ഡ് ക്യാപിറ്റൽ അസറ്റ് കൊണ്ട് അല്ല, ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്താ? ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ല, ആക്ടിവിറ്റീസുകൾ മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഫണ്ട് വേണം. ഇപ്പം വേജസ് കൊടുക്കണമെങ്കിൽ, സാലറി കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഫണ്ടുകൾ വേണം അല്ലേ? അപ്പം ഈ ഫണ്ടുകളൊക്കെ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും? ആ ഒരു സാധനമാണ് എന്ത്, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഈ ഒരു ഹോൾ ചാപ്റ്ററിൽ നമുക്ക് എന്ത്, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ? ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഒരു വിഷൻ നിങ്ങളുടെ അല്ല, ഒരു പിക്ചർ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്ത് പോകാൻ പറ്റും അല്ലേ? പ്രധാനമായും സോഴ്സ് ഓഫ് ഫണ്ടുകളെ 3 എണ്ണമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അല്ലേ? ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡിന്റെ ബേസിൽ, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിന്റെ ബേസിൽ, ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷന്റെ ബേസിൽ അല്ലേ? ഓൺ ദ ബേസ് ഓഫ് പീരിയഡിൽ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിലും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, സോഴ്സ് ഓഫ് ജനറേഷനും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവയെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് എല്ലാ ഏരിയകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ കാണുന്നത് റിപ്പീറ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസുകളല്ല, അത് നേരെ മറിച്ച് എന്താ, പുതുതായി വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എല്ലാ ഏരിയകളും എന്ത് ചെയ്യണം? കവർ ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം അല്ലേ? സോ നമുക്ക് ഓരോരോ ഏരിയകളായിട്ട് നമുക്ക് പോകാം. പീരിയഡിന്റെ ബേസിൽ പ്രധാനമായും 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്: ലോങ് ടൈം, ഷോർട്ട് ടൈം, മീഡിയം ടൈം അല്ലേ? അപ്പോൾ ലോങ് ടൈം എന്താ നോക്കാം അല്ലേ? ഫണ്ട്സ് റിക്വയർഡ് ഫോർ എ പീരിയഡ് എക്സീഡിങ് 5 years അല്ലേ? 5 ഇയേഴ്സിന്റെ മുകളിലേക്കുള്ള റിക്വയർമെന്റ്സിന്റെ ഫണ്ടിന്റെ റിക്വയർമെന്റ്സിനെയാണ് പറയുന്നത് ലോങ് ടൈം ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെല്ലാം കാറ്റഗറീസ് ആണ് അതിൽ വരുന്നത്? റീറ്റേൺ ഏർണിങ്സ് അല്ലേ? എന്താ റീറ്റേൺ ഏർണിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രോഫിറ്റിന്റെ ഇത്ര പെർസെന്റേജ് എന്ത് ചെയ്യുക, ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ? നമുക്ക് നോക്കാം. ദ പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ് വിച്ച് ഈസ് റിട്ടേൺഡ് ഇൻ ദ ബിസിനസ് ഫോർ ദ ഫ്യൂച്ചർ യൂസ് ഈസ് കോൾഡ് റീറ്റേൺ ഏർണിങ്സ് അല്ലേ? ബിസിനസ്സിലേക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ഇത്ര പെർസെന്റേജ് എന്ത് ചെയ്യുക, ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്തു, 5 ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഫർദർ അപ്ഡേഷൻസ് ബിസിനസ്സിൽ വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു പൈസ യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ ആ ഒരു മാറ്റി വെക്കുന്ന പൈസയാണ് എന്ന് പറയുന്നത് റിട്ടേൺ ഏർണിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനെ പ്ലഗിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഓർ ഇന്റേണൽ ഫിനാൻസിങ് ഓർ സെൽഫ് ഫിനാൻസിങ് എന്ന പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട് അല്ലേ? അടുത്തെന്താ, പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് തരുന്നുണ്ട് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട് അല്ലേ? നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ എന്താ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അതിൽ ഫിക്സഡ് റൈറ്റ് എല്ലാ ഇയറിലും ഈ ഒരു ഫിക്സഡ് റൈറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് 5% ആണെങ്കിൽ ആ 5% എല്ലാ ഇയറിലും, ഇപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ ഒരു ഫിക്സഡ് റേറ്റിന്റെ ഡിവിഡൻഡ് എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കണം അല്ലേ? അതുപോലെ തന്നെ എന്താ, വൈൻഡപ്പ് സമയത്ത് എത്രയാണോ അവർ ക്യാപിറ്റൽ കൊടുത്തത് ആ ക്യാപിറ്റൽ വൈൻഡപ്പിന്റെ സമയത്ത് എന്ത് ചെയ്തിരിക്കണം, റീപേയ്മെന്റ് ചെയ്തിരിക്കണം. ആ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ്, പ്രിഫറൻസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ടൈം ഫിനാൻസ് ആയിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഓക്കെ, ഇവർക്ക് എന്താണ്, വോട്ടിങ്ങിനുള്ള റൈറ്റ് ഇല്ല അല്ലെ? ഇവർ യഥാർത്ഥ ഓണേഴ്സ് അല്ല. ബിസിനസിന്റെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്?
പ്രിഫറൻസ് ഷെയർസ് അല്ല, ആരാണ് മറിച്ച് ആരാണ് ഇക്വിറ്റി ഷെയർസ് ആണല്ലേ. ഇക്വിറ്റി ഷെയർസിനാണെന്ന് പറയുന്നത് റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് എന്താണ് വോട്ടിങ്ങിന് റൈറ്റ് ഉണ്ട് അല്ലേ. പ്രിഫറൻസ് ഷെയർസിന് കൊടുത്ത് ബാക്കിയുള്ള പൈസ ആരുടെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ആണ് അല്ലേ. അപ്പൊ അവരെയാണ് എന്ന് പറയുന്നത് റിയൽ ഓണേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താ? ഡിബഞ്ചേഴ്സ് അല്ലെ. ഡിബഞ്ചേഴ്സ് എന്ന കടപ്പത്രം. ഓക്കെ, ഡിബഞ്ചേഴ്സ് ഇസ് ആൻ അക്നോളജ്മെന്റ് ദാറ്റ് ദ കമ്പനി ഹാസ് ബോറോഡ് എ സർട്ടൻ സം ഓഫ് മണി which it promises repay a future date. ഫ്യൂച്ചർ ഡേറ്റിൽ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞ് പബ്ലിക്കിൻ്റെ എന്താ പൈസ മേടിക്കാം. എന്നിട്ട് ഒരു അക്നോളജ്മെന്റ് എന്ത് ചെയ്യുക, എഴുതിയിട്ട് അവർക്ക് കൊടുക്കുക. അന്നേരം ഡേറ്റിൽ പൈസ തന്നോളാന്ന് പറഞ്ഞിട്ടില്ലേ. ആ അക്നോളജ്മെന്റ് എന്ത് ചെയ്യും, അവരുടെ കൈകളിൽ ഉണ്ടായിരിക്കും അല്ലേ. ഇത്ര ഡേറ്റിനുള്ളിൽ പൈസ തന്നോളാന്ന് പറഞ്ഞിട്ടില്ലേ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ അവരെന്താണ്, കമ്പനിയെ സംബന്ധിച്ച് അവരെന്താ ക്രെഡിറ്റേഴ്സ് ആണ്. നമ്മൾ പൈസ കൊടുക്കാനുള്ളവരാണ് അല്ലേ. അവരൊന്ന് പൈസ മേടിച്ചാണ് തിരിച്ച് അവർക്ക് പൈസ കൊടുക്കാറുണ്ട്. വിത്ത് എന്താണ്, ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പൈസ തിരിച്ചു കൊടുക്കണം. അതിനെയാണ് എന്താ ഡിബഞ്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ടൈം ഫിനാൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അടുത്തെന്താ, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എന്ത് ചെയ്യാം, ലോൺസുകൾ അപ്ലൈ ചെയ്യുക അല്ലേ. എന്താ, ഗവൺമെന്റ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൾ ഓവർ ദി കൺട്രി ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ടു ബിസിനസ് എന്റർപ്രൈസസ് അല്ലേ. ബിസിനസ് എന്റർപ്രൈസുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകാൻ വേണ്ടി ഗവൺമെന്റിൽ കുറേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിലവിലുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? IFCI, CFC, ICIC, IDBI, അങ്ങനെ LIC, അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ നിന്ന് എന്തെല്ലാം നമുക്ക് കിട്ടും, ലോണുകളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതെന്താണ്, ഒരു ലോങ് ടൈം ഫിനാൻസ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താ, ലോൺസ് ഫ്രം ബാങ്ക്. ബാങ്കുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോൺസുകൾ നേടിയെടുക്കാൻ പറ്റും അല്ലേ. ലോണുകൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പല ടൈപ്സ് ഓഫ് ലോണുകൾ കിട്ടില്ല. ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻസുകൾ കണ്ടെത്താൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു 6 പോയിന്റാണ് ഇതിൽ വരുന്നത്, ലോങ് ടൈമിൽ വരുന്നതെങ്കിൽ. ഷോർട്ട് ടൈമിൽ ഏതൊക്കെയാണ് വരുന്നത്? ഷോർട്ട് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന 1 ഇയറിൻ്റെ അടിയിൽ അല്ലേ. ലോങ് ടൈം 5 ഇയർ ആൻഡ് എക്സീഡ് ആണെങ്കിൽ ഷോർട്ട് ടൈം എന്തായിരിക്കും, 1 ഇയർ ആൻഡ് ബിലോ അല്ലേ. 1 ഇയറിന്റെ താഴെ നമുക്ക് ഫണ്ട് കണ്ടെത്താൻ പറ്റുന്ന സോഴ്സസുകളാണ്. അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ട്രേഡ് ക്രെഡിറ്റ് അല്ലേ, കടത്തിന് പൈസ വിൽക്കുക അല്ലെങ്കിൽ സർവീസ് വിൽക്കുക, അതിനൊക്കെയാണെന്ന് പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ് അല്ലേ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടത്താൻ പറ്റും അല്ലേ. അതിനെയാണ് അതായത് ട്രേഡ് ക്രെഡിറ്റ്. നെക്സ്റ്റ് എന്താ, ഫാക്ടറിങ് അല്ലേ. ഫാക്ടറിങ് ഇസ് ആൻ ഏജൻസി സ്പെസിഫൈഡ് ഇൻ ദ ഡെപ്റ്റ് കളക്ഷൻ അല്ലേ. ഇപ്പം നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്ന ഡെപ്റ്റുകൾ ഉണ്ടാവും അല്ലേ. കുറേ ഡെപ്റ്റുകൾ ഉണ്ടാവും, കിട്ടാത്ത കടങ്ങളുണ്ടാവും, ഡെപ്റ്റുകൾ ഉണ്ടാവും അല്ലേ. ആ ഡെപ്റ്റുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നമ്മൾ ഏർപ്പാടാക്കുന്നു അല്ലേ. ആ ഏർപ്പാടാക്കുന്ന ആൾ എന്ത് ചെയ്യും, ആ ഡെപ്റ്റുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമുക്ക് കമ്പനിയിലേക്ക് കൊണ്ടുതരും അല്ലേ. ആ കൊണ്ടുവന്നിട്ട് അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫീ ആയിട്ട്, ചാർജ് ആയിട്ട് അയാൾക്ക് എന്ത് ചെയ്യും, കമ്മീഷൻ ഏത് രീതിയിൽ എന്ത് ചെയ്യും, അയാൾക്ക് പൈസ ആയിട്ട് തിരിച്ചു കൊടുക്കും. ആ ഒരു പ്രോസസ്സ് അതിനാണെന്ന് പറയുന്നത് ഫാക്ടറിങ് അല്ലേ. ദ ബിസിനസ് സെയിൽസ് ദ receivables on accounts of sales of goods or services to the factor. The factor collects the debts from the buyer and provides protections against any debt losses to the firm അല്ലേ. ഫാമിലി എല്ലാ ഡെപ്റ്റുകളും ആര് കളക്ട് ചെയ്യും, ഈ ഒരു വ്യക്തി, ഈ ഒരു പേഴ്സൺ അല്ലെ ഏജൻസി എന്താവും കളക്ട് ചെയ്തിട്ട് ബിസിനസ്സിലോട്ട് കൊണ്ടുതരും അല്ലേ. നെക്സ്റ്റ് എന്താ, കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്, ഒരു അൺസെക്യൂർഡ് പ്രൊമിസറി നോട്ടാണ് അല്ലേ. ഒരു അൺസെക്യൂർഡ് പ്രൊമിസറി നോട്ടാണ്. ഇപ്പോൾ ഇഷ്യൂഡ് ബൈ എ ഫേം ടു റൈസ് ഫണ്ട്സ് ഫോർ ഷോർട്ട് ടൈം പീരീഡിൽ ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു അൺസെക്യൂർഡ് പ്രൊമിസറി നോട്ടാണ് ഇത് CP ഓർ കൊമേഴ്ഷ്യൽ പേപ്പർ പറയുന്നത് അല്ലേ. ഇതിന്റെ വെരിഫിക്കേഷൻ ഓർ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് 9 days to 364 days ആണ് അല്ലേ. 90 ദിവസം മുതൽ 364 ദിവസം വരെയാണ് അതിന്റെ മെച്യൂരിറ്റി ഡേയ്സ് വരുന്നത് അല്ലേ. ഇതെന്താണ്, ഒരു ഫേം മറ്റൊരു ഫേമിനാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇത് പൊതുവെ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, CP അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. ബാങ്ക്സ്, LIC പോലുള്ളവരൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് തന്നെ അതുപോലെ തന്നെ എന്തായിരിക്കും, വളരെ വലുതായിരിക്കും. സോ കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്, ഒരു ഷോർട്ട് ടൈം ഫിനാൻസ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താ, ബാങ്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ബാങ്കുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലോൺസുകൾ സ്വീകരിക്കാം അല്ലേ. നെക്സ്റ്റ് എന്താ, മീഡിയം അല്ലേ. ഷോർട്ട് ടൈമും പറഞ്ഞു, ലോങ് ടൈം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു കാലയളവുണ്ടല്ലേ, 1 year to 5 year. ആ ഇയറിലെ ഫണ്ട്സുകൾ റിക്കവർ ചെയ്യാനുള്ളൊരു ഫിനാൻസ് ഓഫ് സോഴ്സ് ആണെന്ത്,
മീഡിയം ടൈം ഫിനാൻസ് അല്ലേ. ലീസ് ഫിനാൻസിങ്, എന്താ ലീസ് ഫിനാൻസ്? അതിൽ ഉള്ള ഒരു കാറ്റഗറിയാണ് അല്ലേ ലീസ് ഫിനാൻസിങ്. കടത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻസ് എടുക്കുക അല്ലേ. ഇപ്പം നമുക്ക് എന്താ വാടകയ്ക്ക് വീടുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പം എന്താ വാടക വീട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ പേരിലായിരിക്കും? ആ വാടക ബിൽഡിങ്ങിൻ്റെ ഓണറിൻ്റെ ആയിരിക്കും അല്ലേ. നമ്മളൊരു പൈസ വാടകയ്ക്ക് നിൽക്കുന്ന ആരാണോ ആ പൈസ തരുന്നു, പൈസ വാടക അല്ലെങ്കിൽ ഓണർക്ക് നൽകുന്നു. അയാൾ എന്ത് ചെയ്യുന്നു, ഒരു പെർമിഷൻ അലൗ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. ഇത്ര ഈ പൈസ തന്നതിനുള്ള പെർമിഷൻ തന്നു അല്ലേ, ഇത്ര നാൾ പിടിച്ച് താമസിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ആ ഓണർഷിപ്പ് സ്റ്റിൽ ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, ആ ഓണറുടെ കയ്യിലായിരിക്കും അല്ലേ. ഓക്കെ, ആ ഓണറുടെ പറയുന്ന പേരെന്താണ്? ലെസ്സർ എന്ന് പറയില്ലേ. വാടകയ്ക്കാരാണോ താമസിക്കുന്നവരെ ലെസ്സി എന്ന് പറയില്ലേ. ഓക്കെ, ആ ഒരു ടേമാണ് അതിൽ വരുന്നത്. എന്താ ലീസ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താ? ലോൺസ് ഫ്രം ബാങ്ക്. ലോൺസുകളിൽ നിന്ന്, ബാങ്കുകളിൽ നിന്ന് എന്ത് ചെയ്യാം, ലോണുകൾ നമുക്ക് സ്വീകരിക്കാം. പബ്ലിക് ഡെപ്പോസിറ്റുകൾ അല്ലേ, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാം അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റോട് കൂടി ഡെപ്പോസിറ്റ് എന്ത് ചെയ്യണം അല്ലെ, ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫണ്ട് റീപേ ചെയ്ത് കൊടുക്കണം അല്ലേ. അതിനെയാണ് പറയുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് എന്താ? ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിലെ, ഓണർഷിപ്പിന്റെ ബേസിൽ രണ്ടെണ്ണമായിട്ട് പ്രധാനമായും തിരിച്ചിട്ടുണ്ട്. ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് അല്ലേ. ഈ ഓണേഴ്സ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ഓണറുടെ കയ്യിലുള്ള പൈസ അല്ലെ. ഓണറുടെ കയ്യിലുള്ള പൈസ എന്തായിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇക്വിറ്റി ഷെയർസ് ആണ് റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഫേം എന്നുകൊണ്ട് ഉദ്ദേശിച്ചു അല്ലേ. അപ്പൊ അവരുടെ കയ്യിലുള്ള പൈസ എന്താണ്? നമ്മുടെ ബിസിനസ്സിലെ പൈസയാണ്. റീറ്റേൺഡ് ഏർണിങ്സ് അല്ലേ, ബിസിനസ് നമ്മൾ ഇട്ട പൈസ അല്ലേ. ഫർദർ ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ് റിട്ടേൺ ഏർണിങ്സ്. അതെന്താണ്? ഓണേഴ്സ് ഫണ്ട് ആയിട്ട് നമുക്ക് കൂട്ടാം. നെക്സ്റ്റ് എന്താ? ബോറോഡ് ഫണ്ട് അല്ലേ. ബോറോഡ് ഫണ്ട് എന്താ? ഫണ്ട്സ് റേസ്ഡ് ത്രൂ ലോൺസ് ആൻഡ് ബോറോഡ് അല്ലേ. നമ്മൾ കടമായിട്ട് മേടിച്ചതും അതുപോലെ ലോൺസ് ആയിട്ട് വാങ്ങിയ പൈസകളാണല്ലേ. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡിബഞ്ചറിലെ കടപ്പത്രം, ലോൺസ് ഫ്രം ബാങ്കിൽ നിന്ന് ലോൺ മേടിക്കുക, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് എന്ത് ചെയ്യുക, ലോൺസ് മേടിക്കുക, പബ്ലിക് ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക, ലീസ് ഫിനാൻസിങ് നടത്തുക, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുക അല്ലെ. ഇതൊക്കെ എന്താണ് നമ്മുടെ ഒരു ബോറോഡ് ഫണ്ട്സ് എന്ന് പറയാല്ല. ഇതെല്ലാം ആ കാറ്റഗറികളിൽ നിന്ന് വരുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ. സോഴ്സ് ഓഫ് ജനറേഷന്റെ ബേസിൽ പ്രധാനമായും രണ്ടായിട്ട് കാര്യം തിരിച്ചിട്ടുണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫണ്ട്സ് ജനറേറ്റഡ് ഫ്രം ദി വിത്തിൻ ദ ബിസിനസ് അല്ലെ. ബിസിനസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഫണ്ടുകൾ ശേഖരിക്കുക അല്ലെ. ഇപ്പോൾ ഒന്നാമത്തെ കേസ് എന്താ? ഇക്വിറ്റി ഷെയർസ്. ഞാൻ പറഞ്ഞു നമ്മുടെ റിയൽ ഓണേഴ്സ് ആണ്, അത് നമ്മുടെ ബിസിനസിന്റെ ഉള്ളിലുള്ള ആളാണല്ലേ. അപ്പോൾ ബിസിനസിന്റെ ഉള്ളിൽ നിന്നുള്ള പൈസയാണ് എന്ത്? ഇക്വിറ്റി ഷെയർസ്. അതുപോലെ തന്നെ റിട്ടേൺ ഏർണിങ്സ് അല്ലെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ. ബിസിനസിന്റെ ഉള്ളിലുള്ള പൈസ തന്നെയാണ് എന്ത്? റിട്ടേൺ ഏർണിങ്സ് അല്ലേ. നെക്സ്റ്റ് എന്താ? എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ. ഫണ്ട് ജനറേറ്റഡ് ഫ്രം ദ ഔട്ട്സൈഡ് ഓഫ് ദി ബിസിനസ് അല്ലേ. ഔട്ട്സൈഡ് ആയിട്ടുള്ള ബിസിനസ് അല്ലേ. എന്താ? നമ്മുടെ ഫണ്ട് എവിടെ നിന്നൊക്കെ വരുന്നത്? പുറത്തുനിന്ന്, ബിസിനസിന്റെ പുറത്തു നിന്നുള്ള പൈസയാണെന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോൺസ് ഫ്രം ബാങ്ക്, പ്രിഫറൻസ് ഷെയർസ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, ലീസ് ഫിനാൻസിങ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്. ഇതെല്ലാം എന്താണ്? ഒരു ബിസിനസിന്റെ പുറത്ത് നിന്ന് വരുന്ന ഫണ്ട്സുകളാണ് അല്ലെങ്കിൽ ഫിനാൻസുകളാണ്. ഇതൊക്കെ എന്താണ്? ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസിങ് ആണ് അല്ലേ. സോ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു എസ്സെ വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസിന്റെ ഒരു ഏരിയ ആണ്. പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന് ഡിഫറൻസ് പഠിച്ചിരിക്കണം. അതുപോലെ പ്രിഫറൻസ് ഷെയർസിലും ഇക്വിറ്റി ഷെയർസിലും വല്ല ടൈപ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ട് അല്ലേ. എന്താ റിഡീമബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരുന്നുണ്ട് അല്ലേ. ആ ഒരു ഏരിയസും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കുക. ഓക്കെ.